ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇഫ്രു എണീറ്റു. ഇഫ്രു ദേ അവിടെ വലിയ ആളെപ്പോലെ സിനിമയല്ല കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് കിടപ്പുണ്ട്. പിന്നെ ഞാൻ ദേ ഇവിടെ പ്രാവിന് വെള്ളം വെക്കാനായിട്ട് വന്നു. അപ്പോൾ അവിടെ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, രാത്രിയൊക്കെ വെച്ചതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അതുങ്ങളൊക്കെ ദേ അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. ഇപ്പോൾ വെള്ളം ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഫില്ല് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ വരുമ്പോഴത്തേക്ക് ആ വെള്ളം നോക്കിയിട്ട് വെക്കും. പിന്നെ ഞങ്ങൾ പുതിയ കുറച്ച് ആഡ് ഓൺ ചെയ്ത് നമ്മുടെ ഹാളിലോട്ട് ഈ ഒരു മിറർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഓൺലൈനായിട്ട് മേടിച്ചൊരു മിററാണ്. അപ്പോൾ അങ്ങനെ മിററൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തു. പിന്നെ ആണെങ്കിൽ ഒരു ഷെൽഫ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിക്കാതെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ചട്ടി പൊട്ടിച്ചളഞ്ഞു. അതോടുകൂടി ആ ഷെൽഫും ചെടികളും എല്ലാം പഴയതുപോലെ നമ്മൾ ഡൈനിങ് റൂമിൻ്റെ അവിടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ രാവിലെ എണീറ്റിട്ട് പരിപാടി ഉച്ചക്കത്തേക്ക് ഞാൻ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അപ്പോൾ ആദ്യമായിട്ട് കപ്പ ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീഫ് ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്ക് മേടിച്ചതാണ്. ഈ കപ്പ ബിരിയാണി വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ എല്ലും നെയ്യും ഒക്കെ ആയിട്ടുള്ള ബീഫാണ്. അങ്ങനെ എല്ലും കപ്പയും ഉടച്ചതെന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ അത് എന്തായാലും ഈ കുറച്ച് ബീഫ് വെച്ചിട്ട് ഈ ഒരു ഇറച്ചി മാത്രം വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നന്നായിട്ട് ഞാൻ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ബീഫാണ്. അപ്പം നന്നായിട്ട് അതിൽ ബ്ലഡൊക്കെ പോകുന്ന വരെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 4 പ്രാവശ്യമൊക്കെ മാക്സിമം വാഷ് ചെയ്താൽ മതി. ഞാൻ വാഷ് ചെയ്ത് അതിൽ ഇങ്ങനെ ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വിട്ടു വരുന്ന രീതി വരെ എനിക്ക് എത്ര കഴുകിയാലും ഒരു തൃപ്തി വരില്ല. ഞാൻ പിന്നെയും ഒരു 5-6 പ്രാവശ്യമൊക്കെ ഞാൻ വാഷ് ചെയ്യും. ഇപ്പം ചിക്കൻ ആണെങ്കിലും അതേ ബീഫാണെങ്കിലും മീനാണെങ്കിലും അത്രയൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ കുറച്ചധികം വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ക്ലീനാക്കിയിട്ട് അതിങ്ങനെ സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് വെള്ളമാണ് വരുന്നത് ഈ പൈപ്പിൽ. നല്ല പുറത്ത് ചൂടായതുകൊണ്ട് തിളച്ച വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അപ്പം സവോളയൊക്കെ ഒലിച്ച് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒലിച്ചെല്ലാം മാറ്റി വെച്ചാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം വലിയ ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചേക്കാണ്. ഞാൻ പിന്നെ പുതിയ ഈ ഒരു ട്രൈപോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തേത് ഒടിഞ്ഞുപോയി. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ ട്രൈപോഡിലാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതേ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് 1/2 കിലോ ബീഫേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടികളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീഫ് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് ഇട്ടു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളി വലിയ ജീരകത്തിൻ്റെ പൊടിയാണല്ലോ ഇട്ടാൽ മതി. എൻ്റെ ഈ പൊടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വലിയ ജീരകം ചതച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ഇട്ടു. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പ ബിരിയാണി എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് വെക്കുന്നതെങ്കിലും ഉമ്മ ഉണ്ടാക്കുന്ന പോലെ എന്തായാലും വരില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എന്നെ സവോള ഇട്ടു, കുറച്ച് സവോള കൂടെ അതിനകത്തോട്ട് ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല, മുളക് പൊടി ഇടുന്നത് കൊണ്ട് ഒരുപാട് സ്പൈസി ആക്കുന്നില്ല. ഇഫ്രൂനൂടെ കൊടുക്കണം, കാരണം ഇഫ്രൂന് കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ മാറ്റി വെക്കാം, ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട്. ഞാൻ പക്ഷേ രാവിലെ എണീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരുപാട് നേരമൊന്നും ഞാൻ ഇത് മാറ്റി വെക്കുന്നൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വേവുന്ന ബീഫാണ്. നമ്മൾ നാട്ടിലത്തേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അധികം വിസിൽ വേണം. പക്ഷേ ഈ ഒരു ബീഫിന് അത്രയും വിസിൽ വേണ്ട. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട. ഇനി നമ്മൾ ഇതിൽ തന്നെയാണ് കപ്പയും കൂടെ ഇട്ടിട്ട് മിക്സാക്കി വേവിക്കുന്നത്. കപ്പ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്യണം. അത് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടും ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. പക്ഷേ ഉമ്മി പറഞ്ഞ റെസിപ്പിയിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് കപ്പ ഉടയ്ക്കുന്നത്. പക്ഷേ എനിക്ക്
സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കപ്പയും കൂടെ അതിനകത്തോട്ട് ഇട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഉമ്മി പറഞ്ഞ റെസിപ്പി പോലെ അല്ല ഇത്, ഞാൻ എൻ്റെ ഒരു ഇതിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സാക്കി ഇതേ എടുത്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഈ ഒരു ബീഫിന് കറക്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം കപ്പയും കൂടെ ഇട്ട് വേവിക്കേണ്ടതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു വിസിലൂടെ അടിച്ചിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ എന്തായാലും അതവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ കപ്പ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പർ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാം ക്ലീൻ ആക്കുമ്പോൾ അതങ്ങ് ചുരുട്ടിയെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ കപ്പ ലുലുവിൽ നിന്ന് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അത്ര നല്ല കപ്പയൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ ഇവിടെ കപ്പയ്ക്ക് നല്ല വിലയുമാണ്. നാട്ടിലത്തെ ഒരു 200 രൂപയ്ക്ക് അടുത്തൊക്കെ ആവും. ഇവിടെ ഒരു 3-4 ഈ ഒരു സൈസിലുള്ള കപ്പ മേടിക്കുമ്പോൾ നാട്ടിലത്തെ 200 രൂപയൊക്കെ ആവും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കപ്പ കിട്ടും. പിന്നെ എന്ത് ചെയ്യാനാണ്, കപ്പ തിന്നാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മേടിക്കുന്നതാണ്. ഇവിടെ ഇക്കാക്കാണേലും എനിക്കാണേലും ഭയങ്കര ഇഷ്ടമാണ് കപ്പ. അപ്പോൾ ഈ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഇക്കാരുടെ ഫേവറേറ്റാണ് മീൻകറിയും കപ്പയും പിന്നെ നല്ല തേങ്ങാരച്ച മോരുകറിയൊക്കെ ആയിട്ട് കഴിക്കുക. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണുമ്പോഴത്തേക്ക് അങ്ങ് മേടിക്കും. പക്ഷേ ഇങ്ങനത്തെ കപ്പയാണ് കിട്ടുന്നതെന്നേ ഉള്ളൂ. ആ 2 അറ്റമൊക്കെ ഫുൾ കേടായിട്ടുണ്ടായിരുന്നു അകത്തൊക്കെ. നമുക്ക് കപ്പയാണെങ്കിലും അവിടെ വെച്ചിട്ട് വെട്ടി നോക്കി മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ വീട്ടിൽ വരുമ്പോഴത്തേക്കാണെങ്കിൽ ഈ വെട്ടുമ്പോഴത്തേക്ക് ചീത്തയായിട്ടുള്ള കപ്പയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരാൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ബഹളം വെക്കലും ഓരോരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അടുക്കളയിൽ കുറച്ച് നേരം നിൽക്കും. പിന്നെ ഈ മിഠായി ഫ്രിഡ്ജിലുണ്ടാവും, അതെടുക്കാനായിട്ടും ഒക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ അങ്ങനെ ആൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ ക്ലീൻ ആക്കുമ്പോഴാണ് കപ്പേൻ്റെ അവിടെ മൊത്തവും ചീത്തയായിട്ടിരിക്കുന്നത്. ഞാനത് ആ ഒരു തൊലി ഒലിച്ചപ്പോൾ കണ്ടില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത്. പിന്നെ അത് മൊത്തവും വെട്ടി വൃത്തിയാക്കി നോക്കാമെന്ന് വെച്ചപ്പോൾ അകത്തും എല്ലായിടത്തും ഈ ഒരു പകുതി വരെയും അത് കേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കപ്പയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കപ്പയുടെ അത്രയും ടേസ്റ്റും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതെങ്ങനെയൊക്കെയോ ക്ലീനാക്കി എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ വാപ്പച്ചിയായിട്ടൊക്കെ ഇരുന്നോളൂ. വാപ്പച്ചി വന്നപ്പോൾ ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു ഒരാൾക്ക്. വാപ്പച്ചി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റ് എൻ്റെ കൊണ്ട് തന്നെയാണ് കറക്റ്റ് കൊണ്ടിടാൻ. അപ്പോൾ വാപ്പച്ചി ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇഫ്രുവിൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് മാംഗോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് വാപ്പച്ചിയായിട്ട്. പിന്നെ ഞാൻ കപ്പ അങ്ങനെ ക്ലീനാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ കുക്കായി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം കപ്പയും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ്, എനിക്കെപ്പോഴും കപ്പ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി വേവിക്കുന്നതാണ് ഇഷ്ടം. അതിപ്പം ഇതിൻ്റെ കൂടെ അല്ലാണ്ടാണെങ്കിലും കപ്പ വേവിക്കുമ്പോൾ ഞാൻ ഈ രീതിയിൽ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് കപ്പ വേവിക്കുക. അപ്പോൾ ഇഫ്രു വാപ്പച്ചീനെ വിടാതെ വാപ്പച്ചിയുടെ ഇരിക്കുകയാണ്. വാപ്പച്ചിക്കാണെങ്കിൽ പള്ളിയിൽ പോകണം, അതിന് റൂമിലൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇഫ്രു ആണെങ്കിൽ വിടുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ഈ ടൈമിലാകുമ്പോൾ വാപ്പച്ചി ഇവിടെ വരാറുണ്ട് ഇഫ്രുവിനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഇടുന്നതായിരിക്കും. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇട്ട് കഴിക്കുന്നത്. എൻ്റെ ഉമ്മി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഇട്ട് കഴിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം തേങ്ങ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഫുൾ കപ്പയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ കപ്പ ബിരിയാണി എല്ലും കപ്പയും ഒക്കെ ഈ കോട്ടയം സ്പെഷ്യലല്ലേ, കോട്ടയം ചങ്ങനാശ്ശേരി അവിടെയൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെയൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു കോട്ടയം അവിടെയൊക്കെ ആയിരിക്കും ഈ എല്ലും കപ്പയൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മയുടെ നാട് ചങ്ങനാശ്ശേരിയാണ്. പിന്നെ എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ കോട്ടയത്തൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും എൻ്റെ കപ്പ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പം നമുക്കിതിലേക്ക് കപ്പേൻ്റെ അത്രയും ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് എന്തായാലും കുറവായിരിക്കും. നമുക്ക് ഇനി കപ്പയും കൂടെ കുക്ക് ചെയ്ത് വരുമ്പം അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ബീഫ് വേവാനായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു വെള്ളമുണ്ട് ബീഫ് കുക്കായി വന്നപ്പം. പിന്നെ ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അളവ് കപ്പേൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണമെങ്കിൽ
കുറച്ചുകൂടെ വെള്ളം കൂടെ കൂട്ടി വയ്ക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഉടഞ്ഞ് കിട്ടണ്ടെങ്കിൽ എന്തായാലും ഇത് ആവശ്യത്തിന് നന്നായിട്ട് കുക്കായി വരും ഈ ഇത്രയും വെള്ളം തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ വെച്ചിട്ട് അത് അടച്ച് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ കപ്പ അവിടെ കുക്കാവാനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി ലോ ഫ്ലെയിമിൽ അതിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇഫ്രൂൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പാവം തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കും. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം, പിന്നെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ പുറകെ വന്നിട്ട് അവിടെ വന്ന് നിൽക്കും. ഇപ്പം ഞാൻ അവിടെ തീ കത്തുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പം ആണ് ഞാൻ അധികം അവിടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടോട്ടേ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തേങ്ങ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കണം. എന്നിട്ട് ഇത് ലാസ്റ്റ് നമുക്ക് കപ്പയിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ കപ്പയിൽ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്ന എണ്ണ ഒഴിച്ചിട്ട് ഇത് ഗോൾഡൻ കളർ വരെ ഈ ഒരു തേങ്ങ ഇത്രയും മതി കറക്റ്റ്. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇത് മാറ്റിയേക്കുക അതിൽ നിന്ന്, ഇല്ലെങ്കിൽ തേങ്ങ പിന്നെ കരിഞ്ഞു. ഞാനാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കുറച്ച് നേരമായി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതുകൊണ്ട് വിസിൽ വന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇക്ക വരാനായിട്ടും ടൈമായിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് എന്താണ് കപ്പേൻ്റെയും ബീഫിൻ്റെയും അവസ്ഥയെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് ഞാൻ ഇഫ്രോനെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോയി അവിടെ ഇരിപ്പുണ്ട് ആൾ. അപ്പം കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വിളിച്ചാൽ വേഗം തന്നെ വരും. അപ്പോൾ ഒരാൾ അവിടെ കുളിച്ച് ഫ്രഷായിട്ട് മിഠായിയും കഴിച്ചുകൊണ്ടിരിക്കുക. മിഠായി പിന്നെ ഞങ്ങൾക്ക് മെയിനാണ്. കുളിച്ചിട്ട് വന്നാലും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നാലും മിഠായി മെയിനാണ്. അപ്പോൾ ഞാനിപ്പം വലുതായിട്ട് കൊടുക്കാതിരിക്കാൻ നോക്കും. ഒരുപാട് ബഹളം വെക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോഴത്തേക്ക് അതൊക്കെ തുറന്നു. അപ്പോൾ ബീഫും കപ്പയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓഫായി പോയിരുന്നു, ഞാൻ ചാർജ് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിൽ ഞാൻ നന്നായിട്ട് കപ്പയും ബീഫും ഉടച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സവോളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും നമ്മുടെ നാട്ടിലൊക്കെ കപ്പയും ആ ബീഫും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഇക്കാക്കപ്പോൾ അതേ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇക്കതേ കപ്പ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഫ്രൂനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഫ്രൂനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഫ്രൂ കുറച്ചൊക്കെ കഴിച്ചു. ഒരുപാട് സ്പൈസി അല്ലാത്തതുകൊണ്ട് ഇഫ്രൂവിന് കുഴപ്പമില്ല. പിന്നെ ഇഫ്രൂ കുറച്ച് എരിവൊക്കെ കഴിക്കും, ഒരുപാട് എരിവായാൽ കഴിക്കത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് എരിവായിരുന്നു ആൾക്ക്, അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇന്നിങ്ങനെ പഴയ മൂവീസൊക്കെ ആയിരിക്കും കൂടുതൽ എടുത്ത് കാണും. ഇപ്പം ഞാൻ കൈക്കുടന്ന നിലാവെന്ന് പറഞ്ഞിട്ട് ജയറാം ഈ ഒരു മൂവി വെച്ചേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഴയ മൂവീസൊക്കെ എടുത്ത് കാണാൻ. ഞാൻ എപ്പോഴും സിനിമ കാണാനിരിക്കുമ്പോഴത്തേക്കും പഴയ മൂവീസ് തന്നെയാണ് എടുത്ത് കാണാം. ഇപ്പോൾ ഇഫ്രൂ അവിടെ നല്ല അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇഫ്രൂവിനെ കൊണ്ട് ഉറക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമായി. ഇക്ക ഓഫീസിലോട്ട് പോയി. ഇഫ്രൂ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റു. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കൂടുതലും പാൽ ചായനേക്കാളിലും കൂടുതൽ ഇഷ്ടം കട്ടൻ ചായയാണ്. ഞാൻ അങ്ങനെ പാൽ ചായ കുടിക്കുന്ന ആളല്ല, പക്ഷെ കുടിക്കുകയാണെങ്കിൽ കൂടുതലും ഞാൻ കട്ടൻ ചായ ആയിരിക്കും കുടിക്കുക, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ഏലക്കാക്കിയിട്ട് കട്ടൻ ചായ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇഫ്രൂ ഒക്കെ എണീറ്റ് വന്നിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇഫ്രൂ ഒന്നുമില്ലെങ്കിൽ മിഠായിയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെ അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നാങ്കിട്ടായും ബിസ്ക്കറ്റും ഇന്ന് ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഈ നാങ്കിട്ടായി നല്ല ടേസ്റ്റാണ്. ഇത് നാട്ടിൽ നിന്ന് ഉമ്മി കൊടുത്തുവിട്ടതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ സക്രിയ ബസാറല്ല, വെള്ളക്കിണറിൻ്റെ അവിടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. അവിടുത്തെ നാങ്കിട്ടായാണ്. ഈ ഒരു നാങ്കിട്ടായുടെ ടേസ്റ്റ് വേറെ ഒന്നിനും എനിക്ക് കിട്ടിയിട്ടില്ല. ഗോതമ്പ് വെച്ചിട്ടുള്ള നാങ്കിട്ടായാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതും കട്ടൻ ചായയൊക്കെ ആയിട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇക്ക വന്നു. പിന്നെ ഇക്ക ഉണ്ട്, വാപ്പച്ചിയുണ്ട്. വാപ്പച്ചി തന്നെ രാവിലെയും വൈകിട്ടും എപ്പോഴും വരും. അപ്പോൾ ഇക്ക പറഞ്ഞൊന്ന് പുറത്തേക്ക് പോവാം, ഇന്ന് വൈകിട്ട് ഒരു പുതിയൊരു ഫുഡ് സ്പോട്ട് ഒരു ചിക്കൻ ടിക്കാൻ്റെ ഒരു ഫുഡ് സ്പോട്ട്, നമുക്കവിടെ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.